മഴയിൽ മുളച്ചു പൊന്തിയ കൂണുകൾ ശേഖരിക്കാൻ വാഴത്തോട്ടത്തിൽ എത്തിയ കർഷകർ ആ കാഴ്ച കണ്ടു ഞെട്ടി. രക്തം പുരണ്ട കത്തിയും മണ്ണിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുകിടന്ന മുടിയിഴകളും. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ നാട്ടുകാർ ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. 3 അടി താഴ്ചയിൽ മണ്ണു മാന്തിയപ്പോൾ കണ്ടത് 30-ന് മുകളിൽ പ്രായം തോന്നിക്കുന്ന യുവതിയുടെ മൃതദേഹം. അന്വേഷണത്തിൽ ഗോപിച്ചെട്ടിപ്പാളയത്തിനടുത്ത് ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്തു വന്ന 37-കാരിയായ അപ്പക്കുടൽ സ്വദേശി ആർ സോണിയയുടെ മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞു. ജോലിക്ക് പോയ സോണിയയെ വ്യാഴാഴ്ച മുതൽ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. സോണിയയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കഴുത്തിലും മുറിവുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. മുഖത്തും താടിയെല്ലിലും ഒന്നിലധികം മുറിവുണ്ടായിരുന്നു. പിന്നാലെ പോലീസ് കൊലപാതകിക്കായി അന്വേഷണം തുടങ്ങി. സോണിയയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയ തോട്ടത്തിന്റെ ഉടമയും ബികോം ബിരുദധാരിയുമായ മോഹൻകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പിന്നാലെയാണ് അരും കൊല നടത്തിയ പ്രതി ആരെന്ന് പുറം ലോകം അറിഞ്ഞത്. ഒപ്പം മോഹൻകുമാറും സോണിയയും തമ്മിലുള്ള ബന്ധവും. ദിവസങ്ങൾക്ക് മുമ്പ് സോണിയെ കാണാനില്ലായിരുന്നു. ജോലി സ്ഥലത്തു നിന്ന് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. 2 വർഷം മുൻപാണ് സോണിയയുടെ ഭർത്താവ് മരിക്കുന്നത്. ശേഷം 2 മക്കൾക്കും അമ്മയ്ക്കുമൊപ്പമായിരുന്നു സോണിയയുടെ താമസം. ഗോപിച്ചെട്ടിപ്പാളയത്തിനടുത്തുള്ള വസ്ത്രനിർമ്മാണശാലയിൽ ജോലി ചെയ്യുമ്പോഴാണ് സോണിയയും മോഹൻകുമാറും ആദ്യമായി കണ്ടുമുട്ടിയത്. പിന്നീട് ബന്ധം വളർന്നു. ഇരുവരും മോഹൻകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ പതിവായി കണ്ടുമുട്ടി. എന്നാൽ അടുത്തിടെ മോഹൻകുമാറിനോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് സോണിയ തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്.